ഇപ്പം കുളിച്ചു വന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആ മുടി ഇങ്ങനെ പശു നക്കിയതുപോലെ ഇരിക്കുന്നത്. അമ്മ എപ്പോഴും പറയും ഉച്ചയെ കുളിക്കാൻ പാടില്ല, കുളിക്കരുത് എന്ന്. പക്ഷേ ഉച്ച 1 മണിയായാലാണ് എനിക്ക് കുളിക്കാനുള്ള മുഹൂർത്തം തെളിഞ്ഞു വരാറുള്ളൂ കേട്ടോ. ഉച്ചക്കുളി പിച്ചക്കുളി എന്നൊക്കെയാണ് പറയാറ്. അതുകൊണ്ട് തോന്നുന്നു വന്ന് വെരി പിച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അതൊക്കെ അവിടെ കേട്ടെ. നമുക്കിന്ന് വേറൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാലോ? ഈ ലിപ്സ്റ്റിക്ക്, മൊബൈൽ ഫോണ്, നാട്ടുകാർ ഇവർ തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം കേട്ടോ ഞാൻ. നിങ്ങളുടെ അവിടെ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞായപ്പോൾ എനിക്ക്. അപ്പോൾ ഒരു പെൺകുട്ടി രാവിലെ സ്കൂളിലേക്ക് പോവുകയാണ്. ലിപ്സ്റ്റിക്കൊക്കെ ഇപ്പോഴത്തെ പിള്ളേരെങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നു, സൺസ്ക്രീൻ ഇടുന്നു, ഐലൈനർ എഴുതുന്നു, അങ്ങനെയൊക്കെ അവർ പോണത്. കാരണം അവർ കണ്ടതും ശീലിച്ചതും വളർന്നു അവരങ്ങനെയാണ്. അതുകൊണ്ട് അവർ ചെയ്യണു. നമ്മളെങ്ങനെയായിരുന്നു? നമ്മൾ പണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ മുടി കെട്ടാൻ സമയം ഉണ്ടായിരുന്നില്ല. ബസ്സിൻ്റെ പിന്നാലെ ഓടിയിട്ട് വേണം ബസ് പിടിക്കാൻ. പിന്നെ ലിപ്സ്റ്റിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് ഇട്ടിട്ടുണ്ടോ? ഇടും. എപ്പോഴാ? വല്ല ഡാൻസോ കലോത്സവത്തിന് നമ്മൾ ഡാൻസ് കളിക്കുന്നെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടും. അതല്ലാതെ നമ്മൾ ഇട്ടിട്ടുണ്ടോ? പക്ഷെ പഴയ കാലം എന്നല്ല, ഇപ്പോഴത്തെ പിള്ളേരെ ഡെയിലി സ്കൂളിൽ പോകുമ്പോഴും ലിപ്സ്റ്റിക്ക് ഇട്ടാ പോകണം. കാരണം അവർ വളർന്നിരുന്ന സാഹചര്യം അതാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്നു. നമ്മൾ നമ്മുടെ പൈസയും കൊണ്ട് വാങ്ങി നമ്മുടെ ചുണ്ടിലിട്ടിട്ട് നമുക്ക് എന്താ പ്രശ്നം? നമ്മൾ സഹിക്കണേ. പക്ഷെ അങ്ങനെയുള്ള നാട്ടുകാർ അവർക്ക് എന്തോ വലിയ അവരെ വീട്ടിൽ നിന്ന് കാശ് പോണ പോലെയാണ് അവർ കാണിക്കുക. ആ പെണ്ണെ ചുണ്ടത്ത് ചായ തേച്ച് ഇറങ്ങി. അവളങ്ങനെയാ, അവള് മോശം, അവൾക്ക് എന്തോ ചുറ്റിക്കളിയുണ്ട്, അവള് വളർത്തു ദോഷം. അങ്ങനെ വീട്ടുകാർക്കിട്ടൊരു കുത്ത്. പിന്നെ ഒരു പെൺകുട്ടി മൊബൈൽ ഫോൺ ചെവിയിൽ വെച്ച് നടന്നു വരിക വിചാരിച്ചോ. അവളിപ്പോൾ ഫ്രണ്ട്സിനെ വിളിക്കായിരിക്കും, അല്ലെങ്കിൽ വീട്ടുകാരെ വിളിക്കായിരിക്കും. ആരെയെ വിളിക്കട്ടെ, അവളുടെ ഫോണ് അവൾ റീചാർജ് ചെയ്യുന്നു, അവൾ കൊണ്ടുപോകുന്നു. പക്ഷെ പറയും അവളെ ഏത് നേരം ഫോണിലാ, ആരെയാണാവോ ഇത്ര വിളിക്കണത്, എന്നത്ര സംസാരിക്കാനുള്ളത്. അവള് ശരിയല്ല, അവൾക്ക് വേറെ എന്തൊക്കെയോ ഉണ്ട്, വേറെ എന്തോ ചുറ്റിക്കളിയുണ്ട്. ഈ ഫോണ് സംസാരിക്കണതും ലിപ്സ്റ്റിക് ഇടുന്നവർക്കൊക്കെ ഈ പ്രേമുണ്ട്, അവരൊക്കെ ഒളിച്ചോടും എന്നൊരു വിചാരമുള്ള കുറച്ച് നാട്ടുകാർ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ബൈ.